ഹലോ സ്റ്റുഡൻസ്, +1 സെക്കൻഡ് ടേം എക്സാമിൻ്റെ മലയാളത്തിൻ്റെ ഒരു മാതൃക ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണണം. കാരണം നമുക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരികയെന്നും അവയ്ക്ക് എങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടതെന്നും കൃത്യമായി ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്താൽ നമ്മൾ ആ കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് പാർട്ട്, 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് 2 ഉത്തരങ്ങൾ വീതം തിരഞ്ഞെടുത്ത് എഴുതുക. 2 മാർക്കാണ് ഇതിന്. അതായത് ഒരു ചോദ്യത്തിന് 2 ഉത്തരമാണ് എഴുതേണ്ടത്. കാമുകന്റെ ഓർമ്മയിലെ പ്രണയാദ്ര നിമിഷങ്ങൾ ആവിഷ്കരിക്കുന്ന പ്രയോഗങ്ങൾ സന്ദർശനം എന്ന കവിതയിൽ നിന്ന് എടുത്തെഴുതുക. അപ്പോൾ കാമുകന്റെ ഓർമ്മയിൽ പ്രണയത്തെക്കുറിച്ചുള്ള നിമിഷങ്ങൾ വരുന്നുണ്ട് കവിയുടെ ഓർമ്മയിൽ. അപ്പോൾ ആ ഓർമ്മയിൽ വന്ന പ്രണയത്തെക്കുറിച്ചുള്ള ആ ഒരു നിമിഷങ്ങൾ ആവിഷ്കരിക്കുന്ന പ്രയോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 2 പ്രയോഗങ്ങൾ എഴുതുക. നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടാവും, എന്നാലും ഓപ്ഷൻസ് തന്നില്ലെങ്കിൽ ഈ 2 വരികൾ എഴുതി വെക്കുക. കനക മൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരക്കുക. 2 പൊൻചെമ്പകം പൂത്ത കരൾ. ചോദ്യം 2, കവിതയുടെ സ്വഭാവമായ 2 ആശയ സൂചനകൾ എഴുതുക. 1, അർത്ഥത്തിനപ്പുറമുള്ളതാണ് കവിത. 2, അവ്യവസ്ഥിതത്വം കവി പ്രയോഗിക്കുന്ന സിംബലുകളിലുണ്ട്. 3, കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1, കാഴ്ചശക്തി തീരെയില്ലാത്ത പെൺകുട്ടിയുടെ ഉൾക്കാഴ്ചയുടെ ആവിഷ്കാരം. 2, മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ്. 4, ആൽമരങ്ങളുടെ വേരുകൾ കണ്ടപ്പോൾ ലേഖകന് തോന്നിയത് എന്താണ്? 1, ഭൂമിക്ക് വേരുകളിലൂടെ ആയിരിക്കാം ആകാശത്തെ തൊടാനാവുന്നത്. 2, ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയെ തൊടുന്നത് പോലെ. ചോദ്യം 5, അരുളില്ലാത്ത മനുഷ്യൻ എന്തുപോലെയാണ്? 1, മരുവിൽ പ്രവഹിക്കുന്ന അമ്പു പോലെ. 2, നിഷ്ഫല ഗന്ധപുഷ്പം പോലെ. അടുത്ത പാർട്ട് 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് 1 or 2 വാക്യങ്ങളിൽ ഉത്തരം എഴുതിയാൽ മതി. 2 മാർക്കാണ്. അപ്പോൾ ഈ ഭാഗത്ത് 1 or 2 വാക്യങ്ങളിൽ ഉത്തരം എഴുതിയാൽ മതിയാവും. 6 മാർക്കാണ് ഈ പാർട്ടിൽ 3 ചോദ്യങ്ങൾക്കുമായിട്ട്. ചോദ്യം 6, രക്ഷപ്പെടലിൻ്റെ സാധ്യത വിരളമാണ് എന്ന പ്രഖ്യാപനമാണോ മത്സ്യം എന്ന കവിത? സ്വാഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, പ്രതിരോധത്തിൻ്റെ പ്രതീകമായ മത്സ്യം എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നേറുന്നതായാണ് കവിതയിൽ TP രാജീവൻ അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് അതിജീവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ വിവിധങ്ങളാണ്. സാധ്യതകളുടെ വൈവിധ്യങ്ങൾ തേടേണ്ടതിൻ്റെ ആവശ്യകതയാണ് കവിത ഉന്നയിക്കുന്നതെന്ന് പറയാം. ചുട്ടുപഴുത്ത സൂചിപ്പൊട്ട് അതിലൊരു സാധ്യതയാണ്. ചോദ്യം 7, പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും. ഈ വരികൾ സൂചിപ്പിക്കുന്ന സ്ത്രീ അവസ്ഥ എന്ത്? ഉത്തരം, സ്ത്രീ ജീവിതങ്ങളുടെ ഇന്നുവരെയുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നു. മനുഷ്യചരിത്രവും സ്വാതന്ത്ര്യബോധവും ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും പുരുഷാധിപത്യത്തിൻ്റെ മർദ്ദന ഉപകരണമായി ഇന്നും അവൾക്ക് നിൽക്കേണ്ടി വരുന്നു. മാറ്റമില്ല. ചോദ്യം 8, പ്രതികൂലമായ കാലാവസ്ഥകളിലും മനുഷ്യന് ആശ്രയമായിരുന്നു ഷൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എന്ന സൂഫി ശ്രേഷ്ഠൻ. ഇതിന് തെളിവായുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ചൂണ്ടിക്കാട്ടുക. ഉത്തരം, ഷൈഖ് ജിലാനിയുടെ അനുകമ്പയുടെയും വീരകൃത്യങ്ങളുടെയും ചരിത്രമാണ് മുഹീദ്ദീൻ മാലയിൽ ഉള്ളത്. മനുഷ്യന് സംഭവിക്കാൻ പോകുന്ന അപകടങ്ങളെ സ്വപ്നരൂപത്തിൽ കാണിച്ചു കൊടുത്തും ആളുകളുടെ ദുഃഖം മനസ്സിലാക്കി കരിഞ്ഞ മരത്തിൽ കായ്ക്കൾ നിറച്ച് സന്തോഷിപ്പിച്ചും എല്ലാവർക്കും ആശ്രയമായി അദ്ദേഹം നിന്നു. ചോദ്യം 9, കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററി സിനിമ ആവിഷ്കരിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളിൽ 2 എണ്ണം എഴുതുക. ഉത്തരം, കൈപ്പാട് നിലങ്ങളുടെ പാരിസ്ഥിതിക പ്രാധാന്യമാണ് ഈ ഡോക്യുമെൻ്ററി ചിത്രം പങ്കുവയ്ക്കുന്നത്. പരസ്പരാശ്രിതരായി മനുഷ്യരും ജീവജാലങ്ങളും ജീവിക്കേണ്ടതിൻ്റെ അവബോധം സൃഷ്ടിക്കുന്നു. പ്രകൃതി എങ്ങനെ എല്ലാവർക്കും അന്നമായി മാറുന്നു എന്ന് ചിത്രീകരിക്കുന്നു.
അടുത്ത പാർട്ട് 10 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ്. 4 മാർക്കാണ് ഒരു ചോദ്യത്തിന്. അരപ്പുറത്തിൽ കവിയാതെ, അര പേജിൽ കവിയാതെ ഉത്തരം എഴുതുക. അര പേജ് എഴുതിയാൽ മതിയാവും. അതിൽ കൂടുതൽ എഴുതേണ്ട, അര പേജ് എഴുതിയാൽ മതിയാവും. ചോദ്യം 10. ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ യുഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. മാനവ ജീവിതത്തെക്കുറിച്ചുള്ള കവിയുടെ നിരീക്ഷണം ഈ വരികളിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: ഊഞ്ഞാലിൽ എന്ന കവിതയിൽ ദാമ്പത്യത്തിൻ്റെ സൗന്ദര്യഭാവം ആവിഷ്കരിക്കുന്നതിനോടൊപ്പം ലോകമഹായുദ്ധത്തിൻ്റെ ഭീകരതയും വിഷമതകളും തുടർച്ചയായി വരുന്നു. എന്നാൽ ജീവിതത്തിലെ സങ്കടങ്ങൾക്ക് മുകളിൽ സന്തോഷത്തിൻ്റെ വിജയം ആണ് ഉണ്ടാകേണ്ടതെന്ന ദാർശനിക ചിന്തയാണ് വരികളിലൂടെ കവി പറയാൻ ശ്രമിക്കുന്നത്. മരണഭയത്തിൽ നിന്നുള്ള നിരാശയിൽ നിന്ന് പ്രതീക്ഷയുടെ പ്രത്യാശയിലേക്ക് വളർത്തുന്നതാണ് ആത്മഹത്യക്കുള്ള ഉപകരണമായ കയറിനെ ആനന്ദത്തിനുള്ള ഉപാധിയാക്കി മാറ്റുക എന്നത്. ഇങ്ങനെ നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാകണം. പരസ്പര സ്നേഹത്തിലൂടെ ജീവിതത്തിലെ കയ്പുകളെ മധുരതരമാക്കണമെന്ന സന്ദേശമാണ് ഈ വരികളിൽ പ്രതിഫലിക്കുന്നത്. ചോദ്യം 11. ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ ചിരിച്ചുകൊണ്ടിരുന്ന മാലാഖ രക്തകണങ്ങൾ ഉതിർത്തുകൊണ്ട് ഒരു വെള്ളിൽ പക്ഷി കണക്കെ കറങ്ങിക്കറങ്ങി താഴെ വന്നു വീഴുന്നു. ഈ വാക്യത്തിലെ ഭാഷാപരമായ സൗന്ദര്യം വിശകലനം ചെയ്യുക. ഉത്തരം: അഗ്നിസാക്ഷി നോവലിൻ്റെ ഭാഗമായ ലാത്തിയും വെടിയുണ്ടയും എന്ന പാഠഭാഗത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെ നടുക്കുന്ന സന്ദർഭങ്ങൾ വിവരിക്കുന്നുണ്ട്. വീരവാനരസേനയിലെ അംഗങ്ങളും നാരീ സേവാ സമിതി അംഗങ്ങളും രക്തസാക്ഷി സംഘത്തിലെ വീരയുവാക്കളും ചേർന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ക്ലോക്ക് ടവറിന് സമീപം പട്ടാളക്കാരുമായി ഏറ്റുമുട്ടിയപ്പോൾ വീരകുമാരൻ എന്ന കുട്ടി ക്ലോക്ക് ടവറിന് മുകളിൽ സ്വാതന്ത്ര്യ പതാകയും ഏന്തി കയറുകയായിരുന്നു. ആ ചിത്രത്തെ അഭിമന്യുവിനോട് സാദൃശ്യപ്പെടുത്തുന്നു. പട്ടാളക്കാരുടെ വെടിയേറ്റ് താഴേക്ക് പതിക്കുമ്പോൾ പ്രയോഗിക്കുന്ന മുകളിലുള്ള വാക്യവും ആ സന്ദർഭത്തെ ഭാവതീവ്രമാക്കാൻ സഹായിക്കുന്നുണ്ട്. വാക്കുകൾ ധ്വനിസാന്ദ്രമാകുമ്പോൾ കഥാസന്ദർഭങ്ങൾക്ക് കൈവരുന്ന ഏകാഗ്രതയും ആഘാതവും ഈ സന്ദർഭത്തിലും നമുക്ക് അനുഭവിക്കാം. ചോദ്യം 12. ആ കസേര അവിടെ സ്ഥിരമായി ഇട്ടിരിക്കുകയാണെന്നും അവർ അവിടെ സ്ഥിരമായി ഇരുന്ന് പുസ്തകങ്ങൾ എടുക്കാറുണ്ടെന്നും പെൺകുട്ടിക്ക് തോന്നി. വൃദ്ധയുടെ നിത്യജീവിതത്തിൻ്റെ എന്ത് സവിശേഷതയാണ് ഈ വാക്യത്തിലൂടെ വെളിപ്പെടുന്നത്? ഉത്തരം: ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ വൃദ്ധ ഇന്നുവരെയുള്ള സ്ത്രീ ജീവിതങ്ങൾക്കുണ്ടായ ദുരിതാനുഭവങ്ങളുടെ പ്രതീകമാണ്. വായനയും എഴുത്തും അതിലുള്ള സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട കഥാപാത്രമാണ് അവർ. കഥ പറയാനിഷ്ടപ്പെടുന്ന, കഥ എഴുതാനിഷ്ടപ്പെടുന്ന, കഥ കേൾക്കാനിഷ്ടപ്പെടുന്ന മനസ്സാണ് പെൺകുട്ടിക്കുള്ളത്. കവിത എഴുതി വെള്ളത്തോളിൻ്റെ അനുമോദനം ഏറ്റുവാങ്ങിയ വൃദ്ധയ്ക്ക് തൻ്റെ സ്വാതന്ത്ര്യം അടിയറ വെക്കേണ്ടി വരുന്നത് എംപിയായ ഭർത്താവിൻ്റെ മുന്നിലാണ്. കഠിനാനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടിക്ക് സാക്ഷ്യമാണ് പെൺകുട്ടി കണ്ട കാഴ്ച. സ്വാതന്ത്ര്യ ചിന്തയ്ക്ക് ആധാരമായ ജീവിതവൃത്തിയെ സൂചിപ്പിക്കുന്ന പ്രയോഗ സവിശേഷതയാണ് നമുക്ക് ഈ വാക്യത്തിൽ കാണാനാവുക. ചോദ്യം 13. എനിക്കൊരവസരം തരൂ, ഞാൻ എന്താണ് നേടിയെടുത്തിരിക്കുന്നതെന്ന് കാണിക്കാം. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിൽ നിരന്തരമായ പരിശീലനത്തിനും സമർപ്പണത്തിനുമുള്ള പ്രാധാന്യം ജോനാഥൻ്റെ ജീവിതത്തെ മുൻനിർത്തി വിലയിരുത്തുക. ഉത്തരം: റിച്ചാർഡ് ബാക്കിൻ്റെ അന്യാപദേശ സ്വഭാവമുള്ളതും ജനശ്രദ്ധ നേടിയെടുത്തതുമായ നോവലാണ് ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് നിരന്തരമായ പരിശീലനവും സമർപ്പണവും അതിപ്രധാനമായ ഒന്നാണ് എന്ന കാഴ്ചപ്പാടുകൂടി ഈ നോവൽ വിനിമയം ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും സ്വപ്നങ്ങൾക്ക് പിറകെ പറക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളെ ഈ സമൂഹം അടിച്ചമർത്തുകയും എല്ലാവരും ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ അഭിരമിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. അതിനെ മറികടക്കുകയാണ് ജോനാഥൻ. എല്ലാ കടൽക്കാക്കകളെയും പോലെ ഇര തേടി പിടിക്കാൻ ജോനാഥനായില്ല. കൂടുതൽ ഉയരത്തിൽ
പറക്കുന്നവർക്ക് മാത്രമേ കൂടുതൽ ദൂരം കാണാനാവൂ എന്ന് വിശ്വസിച്ച ജോനാഥൻ അച്ഛനും അമ്മയും നിരുത്സാഹപ്പെടുത്തുമ്പോഴും തൻ്റെ ശ്രമം തുടരുകയും വിജയത്തിൽ എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇവിടെ മനുഷ്യരുടെ പ്രതിനിധിയാണ് ജോനാഥൻ. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സമൂഹത്തിൻ്റെ വിലക്കുകളെ ലംഘിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും എളുപ്പം വ്യക്തിപരമായ സ്വപ്നങ്ങളെ സാമൂഹികമാക്കുക എന്നതും. ചോദ്യം 14. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നു. ഏത് ഓർമ്മയെയാണ് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത്? ഉത്തരം: മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ അവസാന പിടച്ചിൽ അടയാളപ്പെടുത്തുന്ന രചനയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനർഹ നിമിഷം. നർമ്മവും സാധാരണത്വവും കലർന്ന ബഷീറിൻ്റെ തനതു രീതിയിൽ നിന്ന് വേറിട്ട് ഭാവതീവ്രവും ദാർശനികവും കവിതയോടടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ് അനർഹ നിമിഷത്തിലെ ഭാഷാരീതി. ഒരു യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്ന ഏകാഗിയായ വ്യക്തിയെ നമുക്കിവിടെ കാണാം. താൻ അത്രമാത്രം സ്നേഹിക്കുന്ന പ്രപഞ്ചത്തിൽ നിന്ന് വേർപെടേണ്ടി വരുന്ന വേദനയാണ് അയാൾ അനുഭവിക്കുന്നത്. ഈ യാത്ര മരണത്തിലേക്കുള്ളതും മരണത്തിലേക്കുള്ള യാത്രയുടെ സമയം വളരെ അടുത്തു കഴിഞ്ഞു എന്ന തിരിച്ചറിവ് അയാളുടെ അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നുണ്ട്. ആ ഓർമ്മയെ പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ വിങ്ങി നിൽക്കുന്നു എന്നാണ് ബഷീർ വിശേഷിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ ക്ഷണികതയെയും പ്രപഞ്ചത്തിൻ്റെ അപാരതയെയും വിഷയമാക്കുന്ന ഈ രചന വായനക്കാർക്ക് ഒരു കവിത അനുഭവിക്കുന്നതിന് തുല്യമായ സുഖാനുഭൂതി പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ കവിതയാക്കാൻ വെമ്പുന്ന ഗദ്യം എന്ന് വിശേഷിപ്പിക്കുന്നത് തീർത്തും ഔചിത്യപൂർണവുമാണ്. ചോദ്യം 15. മാപ്പിളപ്പാട്ടിൻ്റെ ഈണവും നാട്ടുഭാഷയുടെ തനിമയും ചേർത്ത് രചിക്കപ്പെട്ട ഗാനമാണ് കായലരികത്ത്. സ്വാഭിപ്രായക്കുറിപ്പ് എഴുതുക. ഉത്തരം: 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന സിനിമയിലെ ഗാനങ്ങളെല്ലാം തന്നെ ജാതിമത ഭേദമന്യേ പാടി നടക്കുന്നതും മലയാളത്തമുള്ളതും ലളിത സംഗീത രീതിയിലുള്ളതുമായിരുന്നു. അതുകൊണ്ട് തന്നെ സാമാന്യ ജനങ്ങൾക്കിടയിൽ ഇതിലെ ഗാനങ്ങൾ ഏറ്റവും അധികം ജനപ്രീതി നേടിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് കായലരികത്ത് എന്ന ഗാനം ഗ്രാമീണ ബിംബസമൃദ്ധിയാലും മാപ്പിള തനിമയാർന്ന പദാവലികളാലും പ്രാസമധുരമായ ഈരടികളാലും സമ്പന്നമാണ് ഈ ഗാനം. മാപ്പിളപ്പാട്ടിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ്. സംഗീതത്തിന് മാപ്പിളപ്പാട്ടിൻ്റെ ശീലുകളാണ് പ്രയോഗിച്ചിരിക്കുന്നതും. മതത്തിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞ പാട്ടിനെയും സംസ്കാരത്തെയും പൊതു ഇടത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക പ്രാധാന്യം കൂടി ഈ ഗാനത്തിനുണ്ട്. ഇനി ഗാനത്തിലെ ബിംബകൽപ്പന നോക്കൂ. കരളിനുരുളി, കയറ് പൊട്ടിയ പമ്പരം, കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞ ഞരമ്പുകൾ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ തന്നെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒന്നാണ്. ചോദ്യം 16. വാസനാവികൃതിയിലെ നായകനായ കള്ളൻ മോഷണരംഗത്ത് താൻ നവീനനാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? കുറിപ്പ് എഴുതുക. ഉത്തരം: മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ ചെറുകഥയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ എഴുതിയ വാസനാവികൃതി. അതിലെ കേന്ദ്ര കഥാപാത്രമായ ഇക്കണ്ടക്കുറുപ്പ് കളവ് രീതികളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 2 തരത്തിലാണ് കളവ് രീതി. 1 തീവെട്ടിക്കൊള്ളയും, 2 ഒറ്റയ്ക്ക് പോയി കക്കലും. തെളിനായാട്ടും തെണ്ടിനായാട്ടും പോലെ. ആദ്യത്തേതിൽ കൂട്ടമായി കളവ് നടത്തലാണ്, കിട്ടുന്നത് പങ്കിട്ടെടുക്കും. എന്നാൽ നായാട്ടായ ഒറ്റയ്ക്ക് പോയി കളവ് നടത്തൽ എല്ലാ ദിവസവും എന്തെങ്കിലും കിട്ടുമെന്ന് ഉറപ്പില്ല എങ്കിലും കിട്ടുന്നത് ഒറ്റയ്ക്ക് അനുഭവിക്കാം. 4-ാം അച്ഛനായ ഇക്കണ്ടക്കുറുപ്പ് തെളിനായാട്ടിൻ്റെ ശീലക്കാരനായിരുന്നു. ഇക്കാര്യത്തിൽ താൻ നവീനനാണെന്ന് കഥാനായകൻ പറയുന്ന ഭാഗമാണ് പ്രസ്തുതം. പങ്കുകാരില്ലാതെ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന കളവിൽ രസം കണ്ടെത്തുന്ന നായകനെ ഇവിടെ കാണാം. അടുത്ത പാർട്ട് 17 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. ഒരു ചോദ്യത്തിന് 6 മാർക്കാണ്. 17. സാധാരണക്കാരൻ്റെ പ്രത്യാശകളും നൊമ്പരങ്ങളും ചിത്രീകരിക്കുന്ന സിനിമ എന്ന നിലയിൽ ബൈസൈക്കിൾ തീവ്സിനെ വിശകലനം ചെയ്യുക.
ഉത്തരം അഭ്രപാളികളിലെ മാന്ത്രിക സ്പർശം എന്നാണ് വിക്ടോറിയ ഡിസീക്കയുടെ ബൈസൈക്കിൾ തീവ്സ് അറിയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികളിൽ ഒരു ജനത ദാരിദ്ര്യത്തിലും തൊഴിലില്ലായ്മയിലും നിസ്സഹായരായ മനുഷ്യരായി മാറുകയും ഭരണവർഗം സുഖലോലുപ ജീവിതം നയിക്കുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യം അനുഭവിപ്പിക്കുന്ന ചിത്രമാണ് ബൈസൈക്കിൾ തീവ്സ്. സാധാരണ ഒരു മനുഷ്യന്റെ പ്രത്യാശയുടെയും ദാരിദ്ര്യത്തിന്റെയും പ്രതീകമായി സൈക്കിളിനെ സിനിമയിൽ അവതരിപ്പിക്കുന്നു. ദരിദ്രനായ അന്റോണിയോ റിച്ചിക്ക് ഒരു ജോലി കിട്ടുന്നു. ആ തൊഴിലിന്റെ ആദ്യ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ സൈക്കിൾ മോഷണം പോകുന്നു. നഷ്ടപ്പെട്ട സൈക്കിളിനെയും മോഷ്ടാവിനെയും അന്വേഷിച്ച് കഥാനായകനും മകനും പലയിടത്തും എത്തുന്നു. മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും സൈക്കിൾ വീണ്ടെടുക്കാൻ അവർക്കാകുന്നില്ല. മോഷ്ടാവിനോടൊപ്പം ആൾക്കൂട്ടം നിൽക്കുകയും റിച്ചി തിരസ്കൃതനാവുകയും ചെയ്യുന്നു. അവസാനം ഒരു സൈക്കിൾ മോഷ്ടിക്കുവാൻ റിച്ചി തീരുമാനിക്കുന്നു. എന്നാൽ മോഷണമെന്ന തൊഴിൽ ശീലമില്ലാത്ത റിച്ചി കൈയോടെ പിടിക്കപ്പെടുന്നു. ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനേക്കാൾ ക്രൂരമായ ശിക്ഷയാണല്ലോ തെറ്റിന്റെ പേരിൽ സമൂഹ മധ്യത്തിൽ പരിഹസിക്കപ്പെടുക എന്നത്. ഇവിടെ സൈക്കിൾ ഒരു കുടുംബത്തിന്റെ അതിജീവനത്തിന്റെ പ്രതീകമായി മാറുന്നു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കവേ ശമ്പളവും അലവൻസും കൂട്ടി ഒരു മാസത്തെ ചിലവ് കണക്കാക്കുന്ന റിച്ചിയും ബ്രൂണോയും യുദ്ധക്കെടുതിയിൽ നട്ടം തിരിയുന്ന ഓരോ സാധാരണക്കാരൻ്റെയും പ്രതീകമാണ്. സിനിമയിൽ നിരന്തരം കടന്നുവരുന്ന ദുരന്തങ്ങൾ ഒരു വശത്തും വീണ്ടെടുപ്പിന്റെ തീവ്ര പ്രതീക്ഷകളിലൂടെ റിച്ചിയും ബ്രൂണോയും മറുവശത്തും ശക്തമായി പോരടിക്കുന്നുണ്ട്. ഷേക്സ്പിയറിന്റെ ദുരന്ത നാടകങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സംഘർഷാവസ്ഥ സിനിമയിൽ ഡിസീക്ക അനുഭവിപ്പിക്കുന്നു. ഭാവനയെക്കാളും യാഥാർത്ഥ്യം ജനത്തെ ഉദ്ബുദ്ധരാക്കുന്നു എന്ന ആശയം മുൻനിർത്തിയാണ് ഇറ്റലിയിൽ നിയോ റിയലിസം ഉദയം ചെയ്തത്. യാഥാർത്ഥ്യ പ്രതീതിയില്ലാത്ത ഒറ്റ സംഭവമോ കഥാപാത്രമോ നമുക്ക് ബൈസൈക്കിൾ തീവ്സിൽ കാണാൻ കഴിയില്ല. സാധാരണക്കാരൻ്റെ പ്രത്യാശകളും നൊമ്പരങ്ങളുമാണ് സോപ്പുകുമിള വികാരങ്ങളെക്കാൾ മികച്ചതെന്ന് തിരിച്ചറിഞ്ഞ സംവിധായകനാണ് ഡിസീക്ക എന്ന് പറയാം. സ്വാതന്ത്ര്യത്തിൻ്റെയും വിമോചനത്തിൻ്റെയും പ്രതീകമാണ് സൈക്കിൾ എങ്കിൽ ഈ സിനിമ ഇറ്റലിയുടെ വിമോചന പോരാട്ടത്തിൻ്റെ കൊടിയാകുന്നു. ചോദ്യം 18. പ്രമേയത്തിൻ്റെയും ആഖ്യാനത്തിൻ്റെയും സവിശേഷതകൾ കൊണ്ട് വേറിട്ടു നിൽക്കുന്ന ചെറുകഥയാണ് ശസ്ത്രക്രിയ. പ്രതികരിക്കുക. ഉത്തരം KP രാമനുണ്ണിയുടെ ശസ്ത്രക്രിയ എന്ന കഥ മാതൃസ്നേഹത്തിൻ്റെ മഹത്വം ആവിഷ്കരിക്കുന്നു. ഗർഭപാത്രത്തിൻ്റെ അടിമയും ഉടമയുമാണ് അമ്മ. അതിന് മറ്റൊരവകാശിയുണ്ടെങ്കിൽ അത് മകൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ബന്ധം പവിത്രവും പകരം വയ്ക്കാനില്ലാത്തതുമാണ്. വിലമതിക്കാനാകാത്ത ആ ബന്ധത്തിൻ്റെ വേറിട്ട കാഴ്ചയാണ് ശസ്ത്രക്രിയയിൽ ആവിഷ്കരിക്കുന്നത്. ശസ്ത്രക്രിയയുടെ അന്തസത്ത തന്നെ മാതൃസ്നേഹത്തിൻ്റെ തീവ്രതയും വൈകാരികതയുമാണ്. ഗർഭപാത്രം എന്നത് അമ്മയെയും മകനെയും ഒന്നിപ്പിക്കുന്ന അവയവമാണ്. തൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമായ ഗർഭപാത്രം നഷ്ടപ്പെടുന്നതിൻ്റെ ആദ്യമായിരിക്കാം അമ്മയെ പഴയ കാലത്തിലേക്ക് നടത്തുന്നത്. ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ തീരുമാനിച്ചതോടെ അമ്മയുടെ പെരുമാറ്റത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വരുന്നു. പിഴച്ചു പോകുമെന്ന് ഭയന്ന് മകന് ബാല്യത്തിൽ കൊടുക്കാൻ വിസമ്മതിച്ച ലാളനയും വാത്സല്യവുമെല്ലാം മധ്യവയസ്സിലെത്തിയ മകന് പകരുന്നു. പതിവില്ലാത്ത വിധമുള്ള അമ്മയുടെ സ്നേഹപ്രകടനങ്ങളെ ഏറ്റവും കാരുണ്യത്തോടെ മകൻ മനസ്സിലാക്കുന്നു. അമ്മ ഭൂതകാലം ബോധപൂർവം പുനഃസൃഷ്ടിക്കുകയാണെന്ന് തിരിച്ചറിയുന്ന സീനിയർ സർജനായ മകൻ ആ സ്നേഹലാളനങ്ങൾക്ക് വഴങ്ങുകയാണ്. മാതൃപുത്ര ബന്ധത്തിൻ്റെ ഈ ഇഴമുറുക്കമാണ് പ്രമേയപരമായി ശസ്ത്രക്രിയയെ മികച്ച കഥയാക്കുന്നത്. മധ്യവയസ്സിലെത്തിയ മകൻ്റെ കാഴ്ചയിലൂടെയാണ് അമ്മയുടെ മാനസിക സംഘർഷങ്ങൾ വായനക്കാരിൽ എത്തുന്നത്. ചെറുപ്പത്തിലെ വിധവയായ അമ്മയുടെ ജീവിതവും അമ്മത്തണലിൽ ചിട്ടയായി വളർന്ന മകൻ്റെ ജീവിതവും മകൻ്റെ ഓർമ്മയിലൂടെ വെളിവാകുന്ന ആഖ്യാനം കഥയ്ക്ക് നല്ല ഇഴമുറുക്കം നൽകുന്നു. പ്രമേയത്തിലും ആഖ്യാനത്തിലുമുള്ള വ്യത്യസ്തതയാണ് ശസ്ത്രക്രിയ എന്ന കഥയെ തീവ്ര അനുഭവമാക്കുന്നത്. ചോദ്യം 19. പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് ആധുനിക മനുഷ്യൻ നടത്തുന്ന നിരന്തര യാത്രയാണ് മത്സ്യം എന്ന കവിത ആഖ്യാനം ചെയ്യുന്നത്. വിലയിരുത്തുക.
ഉത്തരം അതിജീവനത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രശ്നം അവതരിപ്പിക്കുന്ന ടി.പി. രാജീവന്റെ മത്സ്യം എന്ന കവിത സമകാലിക മലയാള കവിതയ്ക്ക് മികച്ച മാതൃകയാണ്. കടലാണ് മത്സ്യത്തിൻ്റെ ജൈവികമായ ലോകം. തിളയ്ക്കുന്ന കടലിൽ അതിജീവനത്തിനായി നിരന്തരം ശ്രമിക്കുകയാണ് മത്സ്യം. സമൂഹമെന്ന സംഘർഷഭരിതമായ വലിയ കടലിലെ ഒറ്റയാനായ വ്യക്തിയായി മത്സ്യത്തെ വായിച്ചെടുക്കാം. വലക്കണ്ണികൾ, ചൂണ്ടക്കൊളുത്തുകൾ, വായ്ത്തലകൾ തുടങ്ങിയ കെണികൾക്കും ചതികൾക്കും പിടികൊടുക്കാതെ സ്വാതന്ത്ര്യവും ജൈവികവുമായ നിലനിൽപ്പിനു വേണ്ടി മത്സ്യം പൊരുതിക്കൊണ്ടേയിരിക്കുന്നു. ആധുനിക സാമൂഹ്യ വ്യവസ്ഥിതി മനുഷ്യൻ്റെ സ്വാഭാവികമായ നിലനിൽപ്പ് പോലും അനുവദിക്കാതെ അവനെ നിസ്സാരനാക്കി മാറ്റുന്നു. അധികാരവും മതവും രാഷ്ട്രീയവും നിയന്ത്രിക്കുന്ന സാമൂഹിക വ്യവസ്ഥയിൽ വ്യക്തി നിസ്സാരനും നിസ്സഹായനുമാണ്. പക്ഷേ അവന് തൻ്റെ സ്വാതന്ത്ര്യം അങ്ങേയറ്റം പ്രധാനവുമാണ്. അതുകൊണ്ട് തന്നെ അതിജീവനത്തിന് വേണ്ടി, തൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒറ്റയ്ക്ക് പൊരുതുകയല്ലാതെ അഭിമാനബോധമുള്ള മനുഷ്യന് മറ്റൊന്നും കഴിയില്ല. മത്സ്യത്തിൻ്റെ പോരാട്ടവും അതാണ് സൂചിപ്പിക്കുന്നത്. മത്സ്യം എന്ന കവിതയിലെ മത്സ്യത്തെപ്പോലെ ദുർബലരെന്നും നിസാരരെന്നും കരുതുന്നവരുടെ പോരാട്ടങ്ങൾ ലക്ഷ്യം കാണുക തന്നെ ചെയ്യും. കാരണം അവർക്ക് നഷ്ടപ്പെടാൻ സ്വാതന്ത്ര്യമല്ലാതെ ഒന്നുമില്ല. അത്തരത്തിൽ പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് നിരന്തരമായ യാത്ര നടത്തുന്ന ആധുനിക മനുഷ്യൻ്റെ പ്രതീകമാണ് മത്സ്യം. തികച്ചും വ്യത്യസ്തമായ അർത്ഥസാധ്യതകൾ കൂടിയുള്ള കവിതയാണ് മത്സ്യം. എം.എൻ. വിജയൻ പറഞ്ഞതുപോലെ ഈ ബഹുഅർത്ഥ സാധ്യതയാണ് മത്സ്യം എന്ന കവിതയെ മികച്ച കവിതയാക്കുന്നത്. ചോദ്യം 20. പ്രണയവും സ്ത്രീയുടെ നോവും ഒരേ കാവ്യബിംബത്തിലൂടെ വ്യത്യസ്തമായി ആവിഷ്കരിക്കുന്ന കവിതകളാണ് സന്ദർശനവും സംക്രമണവും. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. സൂചന: കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ. സന്ദർശനം: ചലവും ചോരയും ഒലിക്കും സന്ധ്യയിൽ. സംക്രമണം. ഉത്തരം: ഭാഷയിലും ബിംബകൽപ്പനകളിലും വേറിട്ടു നിൽക്കുന്ന രണ്ട് കവികളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടും ആറ്റൂർ രവിവർമ്മയും. അനുഭവത്തിൻ്റെ തീക്ഷ്ണത നിറഞ്ഞ കവിതകളാണ് ചുള്ളിക്കാടിൻ്റേത്. പൊള്ളിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന അനുഭവമായി കവിത മാറുന്നുണ്ട്. കാതലുള്ള ഉള്ളടക്കവും കരുത്തുറ്റ ഭാഷയുമായി കാവ്യലോകത്തെ നിറസാന്നിധ്യമായിരുന്നു ആറ്റൂർ. സന്ദർശനത്തിലും സംക്രമണത്തിലും ഒരേ കാവ്യബിംബത്തിലൂടെ പ്രണയവും സ്ത്രീയുടെ നോവും വ്യത്യസ്തമായി ആവിഷ്കരിക്കുന്നു. സന്ധ്യയാണ് വർണ്ണനാവസ്തുവായി എടുത്തിരിക്കുന്നത്. സന്ദർശനത്തിലെ സന്ധ്യാപ്രയോഗം പ്രണയത്തിൻ്റെ തീവ്രത സൂചിപ്പിക്കുന്നു. നിന്റെ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ എന്നതിലൂടെ പ്രണയിതാവിൻ്റെ മനസ്സാകുന്ന ആകാശത്തെ പ്രണയിനി വർണ്ണാഭമാക്കിയ കാഴ്ച കാണാം. സന്ധ്യാകാശം വർണ്ണശബളിതമാണ്, ഏറെ മനോഹരവുമാണ് ആ കാഴ്ചാനുഭവം. പ്രണയം നിറഭംഗിയിൽ ചാലിച്ച് വായനക്കാരിലും എത്തിച്ചിരിക്കുന്നു ചുള്ളിക്കാട്. തികച്ചും വ്യത്യസ്തമായ ആവിഷ്കാരമാണ് സംക്രമണത്തിൽ. നൂറ്റാണ്ടുകളായി നിശബ്ദരാക്കപ്പെട്ട അടിമജീവിതം നയിക്കുന്ന സ്ത്രീ ജീവിതം അതിനൊരു ഉചിതമായ ദശാന്തര പ്രാപ്തിയാണ് നൽകുന്നത്. സന്ധ്യാകാശ ചുവപ്പ് മനോഹാരിത നിറഞ്ഞ ദൃശ്യമാണെങ്കിൽ ഇവിടെ ചോരയും ചലവും ഒലിക്കുന്ന കാഴ്ചയായി മാറുന്നു. സ്ത്രീയുടെ നോവാണ് ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത്. സൗന്ദര്യ സൂചകമായ വർണ്ണനകളിലേക്കല്ല, അറപ്പുളവാക്കുന്ന അനുഭവത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ചോദ്യം 21. ചിറ്റാടയുണ്ടു ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ വെച്ചു പോന്നു, ഊനപ്പെട്ടില്ലല്ലേ എന്നതേ ചിന്തിച്ചു ദീനമാകുന്നതെൻ മാനസത്തിൽ. കൃഷ്ണഗാഥയുടെ രചനാപരമായ സവിശേഷതകൾ ഈ വരിയെ മുൻനിർത്തി വിശദീകരിക്കുക. ഉത്തരം: പ്രാചീന ചരിത്രത്തിൻ്റെ മുദ്രയുള്ള കവിതയാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. 15-ാം നൂറ്റാണ്ടിൽ വിരചിതമായ കൃഷ്ണഗാഥ ഗാഥാപ്രസ്ഥാനത്തെ സമ്പന്നമാക്കിയ കാവ്യമാണ്. വർണ്ണനകളാലും ശബ്ദാലങ്കാര കൽപ്പനകളാലും സമൃദ്ധം. സംഗീതാത്മകത ഏറെ പുലർത്തുന്ന കാവ്യമാണിത്. കൃഷ്ണന്റെ ബാല്യകാല അനുഭവങ്ങളുടെ ഹൃദ്യമായ ആവിഷ്കാരം കാണാം. നിലവിൽ മധുരാപുരിയിലെ രാജാവാണ് കൃഷ്ണൻ. എല്ലാവിധ സുഖസൗകര്യങ്ങളും പ്രാപ്യമാണ്. എന്നിട്ടും ശൈശവകാലം മുതലുള്ള ഓരോ ചെറുകാര്യങ്ങളും ഓർത്തെടുക്കുന്നു, കരുതലോടെ കാത്തു സൂക്ഷിക്കുന്നു. അവ നഷ്ടപ്പെടുക, കേടുവരിക എന്നത് ചിന്തിക്കുന്നത് പോലും വേദനാജനകമായ അനുഭവമായി മാറുന്നു. പെട്ടകത്തിലെ സൂക്ഷിപ്പുകളിലൊന്ന് ചിറ്റാടയാണ്. അത് കേടുവരുമോ എന്ന കൃഷ്ണന്റെ വേവലാതി അമ്പരപ്പുണ്ടാക്കുന്നു. മധുരാപുരിയുടെ രാജാവായ കൃഷ്ണൻ ഗൃഹാതുര സ്മരണകളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നാട്ടുമനുഷ്യനായി മാറുകയാണിവിടെ.
ആശയത്താലും അലങ്കാര കൽപ്പനകളാലും സമ്പുഷ്ടമാണ് രചന. ചിറ്റാട, മറ്റാരും, ഊനപ്പെടുക, ദീനമാകുക ഈ ഭാഗങ്ങളിലെ ശബ്ദാലങ്കാര പ്രയോഗങ്ങളിലൂടെ താളത്തിനും സംഗീതത്തിനും നൽകുന്ന പ്രാധാന്യം ഏറെയാണ്. ലളിതമായ പദപ്രയോഗങ്ങൾ, പഴമയുടെ ചാരുത, താളത്തിന് ഊന്നൽ നൽകുന്ന ശബ്ദാലങ്കാരങ്ങൾ, ഇങ്ങനെ പോകുന്നു രചനാപരമായ സവിശേഷതകൾ. ചോദ്യം 22. തേതിയേട്ടത്തി എന്ന ദേവകി മാനമ്പള്ളിക്ക് സ്വാതന്ത്ര്യ സമരഘട്ടത്തിലെ ഇന്ത്യൻ സ്ത്രീയുടെ ഏത് മുഖമാണുള്ളത്? പ്രതികരിക്കുക. ഉത്തരം: മലയാള നോവൽ സാഹിത്യത്തിൽ അനന്യസ്ഥാനത്തിന് അർഹമായ കൃതിയാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി. കേരളീയ നവോത്ഥാന മുന്നേറ്റത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും സ്ത്രീത്വത്തെ അടയാളപ്പെടുത്തിയ രചനയാണിത്. ത്യാഗപൂർണമായി ജീവിച്ച് അന്യരുടെ നന്മ ലക്ഷ്യമാക്കുന്നവരും സ്വന്തം സുഖമൊന്നും നഷ്ടപ്പെടുത്താനാവാതെ സ്വാർത്ഥതയുടെ ലഹരിയിൽ മുഴുകുന്നവരും എക്കാലത്തും സമൂഹത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബമായിരുന്നു അവരുടെ ലോകം. ഭർത്താവിൻ്റെയും മക്കളുടെയും സുഖമായിരുന്നു അവരുടെ ലക്ഷ്യം. സ്വാർത്ഥതയുടെ സുഖഭോഗങ്ങളിൽ മുഴുകി കുടുംബത്തിൻ്റെ കെട്ടുപാടുകളിൽ ജീവിക്കാൻ തേതിക്കുട്ടിക്ക് കഴിയുമായിരുന്നില്ല. ആചാരങ്ങളോടും അവഗണനകളോടും പ്രതിഷേധിച്ച് ജീവിതം തന്നെ കലാപമാക്കി മാറ്റുകയായിരുന്നു അവർ. സമുദായ പരിഷ്കരണ ശ്രമങ്ങളിലും സ്വാതന്ത്ര്യ സമരങ്ങളിലും അവർ സജീവമായി. ഗാന്ധിജിയോടൊപ്പം ദേവി ബഹൻ എന്ന പേരിൽ സാമൂഹ്യ സേവനത്തിൽ പങ്കാളിയായി. സുമിത്രാനന്ദ എന്ന പേര് സ്വീകരിച്ച് സന്യാസിനിയായി. രാജ്യസ്നേഹവും മനുഷ്യസ്നേഹവും അവരിൽ ഒരുപോലെ അലിഞ്ഞു ചേർന്നിരുന്നു. ഒരു സാധാരണ കുടുംബിനിയായി ഒതുങ്ങി സ്വയം ജീവിച്ച് മരിക്കാൻ അവർക്കാവുമായിരുന്നില്ല. സ്വാതന്ത്ര്യാനന്തരം സഹനജീവിതത്തിൻ്റെ വേതനം പറ്റാനും അവർ തയ്യാറാവുന്നില്ല. മാനവസേവയുടെ വഴിയിൽ സ്വയം സമർപ്പിക്കുന്ന അവർ സ്വന്തം രാജ്യത്തെ മാതൃതുല്യം കണ്ട് സഹജീവികൾക്കായി ജീവിച്ച നിസ്വാർത്ഥതയുടെ ഉത്തമ പ്രതീകമായിരുന്നു. ചോദ്യം 23. വാസനാവികൃതിയിൽ കാണുന്ന ദീർഘമായ വിവരണങ്ങൾ ചെറുകഥ എന്ന രൂപത്തിൻ്റെ ശില്പഭംഗിക്ക് തടസ്സമാകുന്നുണ്ടോ? വിശകലനം ചെയ്യുക. ഉത്തരം: മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായി പരിഗണിക്കപ്പെടുന്ന കൃതിയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ വാസനാവികൃതി. ആദ്യകാലത്തുണ്ടായ മറ്റു കഥകളെപ്പോലെ ഇതിൻ്റെയും ലക്ഷ്യം രസിപ്പിക്കലായിരുന്നു. അതിശയോക്തി കലർന്ന അവതരണവും അന്തർലീനമായ ഹാസ്യവും പഴഞ്ചൊല്ലുകളുടെയും ശൈലികളുടെയും ഉപയോഗവും അന്നത്തെ വ്യവഹാര ഭാഷയോട് അടുത്തു നിൽക്കുന്ന ആഖ്യാന രീതിയും ഈ കഥയുടെ പ്രത്യേകതകളാണ്. പിറവിയെടുത്ത് 130 വർഷം കഴിഞ്ഞിട്ടും വാസനാവികൃതി മികച്ച വായനാനുഭവമാകുന്നത് അതുകൊണ്ടാണ്. ആദ്യകാല കഥകളിലെ പതിവ് വിഷയങ്ങളായ അമളി, കോടതി വ്യവഹാരം, കളവ്, കുറ്റാന്വേഷണം, ഏറ്റുപറച്ചിലുകൾ തുടങ്ങി പ്രമേയപരമായ പല സവിശേഷതകളും വാസനാവികൃതി ഉൾക്കൊള്ളുന്നു. സ്വയം പരിഹസിക്കുന്ന രീതിയിൽ ഇക്കണ്ടക്കുറുപ്പെന്ന കള്ളൻ സ്വന്തം കഥ പറയുന്ന രീതിയാണ് ആഖ്യാനത്തിന് സ്വീകരിച്ചിട്ടുള്ളത്. കഥയുടെ ആസ്വാദ്യത വർദ്ധിപ്പിക്കാനായി പഴഞ്ചൊല്ലുകളും ശൈലികളും ഉപയോഗിക്കുന്നത് ആദ്യകാല കഥകളുടെ പൊതു സ്വഭാവമാണ്. പക്ഷെ പലപ്പോഴും അവ കഥയുടെ കെട്ടുറപ്പിനെയും ഏകാഗ്രതയെയും ബാധിക്കാറുണ്ട്. വാസനാവികൃതി എന്ന കഥയിൽ ഉപയോഗിക്കുന്ന ശൈലികളും പഴഞ്ചൊല്ലുകളും കഥയുടെ രസനീയത കൂട്ടിയിട്ടുണ്ടെങ്കിലും കഥയുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നുണ്ട്. കള്ളൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ദീർഘമായ വിവരണങ്ങളാണ് കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറുകഥ സംക്ഷിപ്തവും ഏകാഗ്രവുമായിരിക്കണമെന്ന ഇന്നത്തെ കാഴ്ചപ്പാടിൽ ഇത് വാസനാവികൃതിയുടെ ദൗർബല്യമാണ്. കല്യാണക്കുട്ടിയെ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന് ഏകസംബന്ധി ജ്ഞാനമപര സംബന്ധി സ്മാരകമെന്ന ന്യായേന ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളും അവസാന ഭാഗത്തെ സംസ്കൃത ശ്ലോകവും കഥയുടെ ഘടനാപരമായ ദൗർബല്യം തന്നെയാണ്. പക്ഷേ ആദ്യ മാതൃക എന്ന നിലയിൽ ഈ പരിമിതികൾ ഒന്നും ആ കഥയുടെ മാറ്റു കുറയ്ക്കുന്നില്ല. അടുത്ത പാർട്ട് 24 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് 1.5 കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യന് 8 മാർക്ക്. 24ാമത്തെ ചോദ്യം: സിനിമകൾ ജനപ്രിയത ആർജിക്കുന്നതിന് കാരണമായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്ന വസ്തുതകൾ വിശകലനം ചെയ്യുക. ജനസമ്മതിക്ക് വേണ്ടി സിനിമകൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളെയും അവയുടെ അടിസ്ഥാന ഘടകങ്ങളെയും അപഗ്രഥിക്കുന്ന ലേഖനമാണ് OK ജോണിയുടെ സിനിമയും സമൂഹവും.
ജനപ്രിയ സിനിമകൾ സമൂഹത്തിലെ പ്രബലമായ താൽപ്പര്യങ്ങളെ വെളിപ്പെടുത്തുന്നുവെന്നും ഒരു സമൂഹത്തിന്റെ അടക്കിവെച്ച ചോദനകളെയും ആഗ്രഹങ്ങളെയും ഇത്തരം സിനിമകളെ വിശകലനം ചെയ്യുന്നതിലൂടെ കണ്ടെത്താമെന്നും ഈ ലേഖനം സമർത്ഥിക്കുന്നു. ജനപ്രിയ സംസ്കാരത്തിന്റെയും കലകളുടെയും വികാസം പ്രാഥമികമായും ബഹുജനം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വലിയൊരു വിഭാഗം ജനങ്ങളുടെ സൗന്ദര്യാനുഭവങ്ങളെയും ഭാവുകത്വത്തെയും സൃഷ്ടിക്കുന്നതും തൃപ്തിപ്പെടുത്തുന്നതും ബഹുജന സംസ്കാരവും കലകളുമാണ്. ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നത്, ജനങ്ങളുടെ പ്രീതി പറ്റാൻ രൂപപ്പെടുത്തുന്നത് എന്നിങ്ങനെ ജനപ്രിയതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ജനപ്രിയ സംസ്കാരത്തെ വിപണി സംസ്കാരം എന്നാണ് ചിലർ അർത്ഥമാക്കുന്നത്. മനുഷ്യൻ കണ്ടുപിടിച്ചവയിൽ ഏറ്റവും ജനസമ്മതി ആർജിച്ച സംസ്കാര രൂപമാണ് സിനിമ എന്ന് റെയ്മണ്ട് വില്യംസ് നിരീക്ഷിക്കുന്നുമുണ്ട്. ജനപ്രിയ സിനിമകൾ പ്രേക്ഷക സമൂഹത്തിൽ ചില മാനസിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതുകൊണ്ടാണ് അവ ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നത്. അവ സ്വപ്നാവസ്ഥയിലുള്ള ആഗ്രഹങ്ങളെ യഥാതഥമായി അവതരിപ്പിക്കുന്നു. പ്രേക്ഷകർക്ക് ജീവിതത്തിൽ സാക്ഷാത്കരിക്കാനാകാത്ത അഭിലാഷങ്ങളെ അവ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഓരോ കാലത്തും സംഭവിക്കുന്ന സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക പരിണാമം സിനിമകളുടെ പ്രമേയമാകുന്നതിലൂടെ പ്രേക്ഷകർ അത്തരം സിനിമകളുമായി പെട്ടെന്ന് താദാത്മ്യം പ്രാപിക്കാൻ സാധിക്കുന്നു. ജനപ്രിയ സിനിമകൾ അവലംബിക്കുന്ന നാടോടി കഥാ ഘടനകളുടെയും ആദിപ്രരൂപങ്ങളുടെയും പ്രത്യക്ഷ സാന്നിധ്യം പ്രേക്ഷകരെ അവയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ജീവിതത്തിൽ പ്രാപ്യമാകാത്ത സുഖങ്ങളും അമർത്തപ്പെട്ട വാസനകളും മോഹങ്ങളും അയഥാർത്ഥ്യമായി സാക്ഷാത്കരിക്കാൻ അവ സഹായിക്കുന്നു. പാട്ടുകളും സംഘട്ടനങ്ങളും നൃത്തരംഗങ്ങളും താരാരാധനയും സിനിമയുടെ ജനപ്രിയതയ്ക്ക് കാരണമാകുന്നു. നായകനിലൂടെ തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം നടത്തി പ്രേക്ഷകൻ സംതൃപ്തനാകുന്നു. നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതും പലവിധ സഹനങ്ങളും പരാജയങ്ങളും ഏറ്റുവാങ്ങി ഒടുവിൽ അവയെ അതിജീവിക്കുന്ന നായക, വിക്ടിമൈസ്ഡ് ഹീറോ കഥാപാത്രങ്ങളെയാണ് ജനപ്രിയ സിനിമകളിൽ കാണുന്നത്. എല്ലാ ഇന്ത്യൻ ഭാഷകളിലെയും ജനപ്രിയ സിനിമകളിലെ മുഖ്യ പ്രതിപാദ്യം കുടുംബമാണ്. എന്തുകൊണ്ടെന്നാൽ വൈചാരികമായല്ല, വൈകാരികമായാണ് പ്രേക്ഷകർ സിനിമകളെ സമീപിക്കുന്നത് എന്ന തിരിച്ചറിവ് നിർമ്മാതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബം, ദാമ്പത്യം തുടങ്ങിയവയെ സംബന്ധിച്ച പതിവ് ഫോർമുലകളിൽ നിന്ന് ജനപ്രിയ സിനിമകൾ വ്യതിചലിക്കാറില്ല. വാർപ്പ് മാതൃകയിലുള്ള കഥാപാത്രങ്ങളും ടൈപ്പ് ഇതിവൃത്തങ്ങളും ഇത്തരത്തിൽ സിനിമകളെ ജനപ്രിയമാക്കുന്നതിന് കാരണമായി തീരുന്നു എന്ന് ലേഖകനായ OK ജോണി ചൂണ്ടിക്കാട്ടുന്നു. ചോദ്യം 26. വൈലോപ്പിള്ളി കവിതയിലെ പ്രണയസങ്കല്പം ഊഞ്ഞാലിൽ എന്ന കവിതയെ മുൻനിർത്തി വിശകലനം ചെയ്യുക. ഉത്തരം: തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ കടലേ കവിതയ്ക്ക് ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്ന് പാടിയ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഉച്ചവെയിൽ അദ്ദേഹം കവിതയിൽ ആവിഷ്കരിച്ചു. അതേസമയം മഞ്ഞിൽ കുളിരണിഞ്ഞ് നിലാവിൽ സ്വപ്നം കണ്ട് മയങ്ങുന്ന ആതിരരാവിൻ്റെ കാൽപ്പനിക ഭംഗിയിൽ അഭിരമിക്കാനും വൈലോപ്പിള്ളിക്ക് കഴിഞ്ഞു. ഈ വൈചിത്ര്യം അദ്ദേഹത്തിൻ്റെ പ്രണയസങ്കല്പത്തിലുമുണ്ട്. കണ്ണീർ പാടത്തിൽ പ്രണയം നഷ്ടമായി നയവും അഭിനയവുമായി മാറുന്ന ദാമ്പത്യത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് കാണുന്നത്. ഊഞ്ഞാലിൽ എന്ന കവിതയിൽ വാർദ്ധക്യത്തിലും പൂത്തുലയുന്ന പ്രണയ വസന്തമാണുള്ളത്. വൈലോപ്പിള്ളിയുടെ കുടുംബസങ്കല്പത്തിൻ്റെ ഉപനിഷത്ത് എന്നാണ് പ്രൊഫസർ KP ശങ്കരൻ ഊഞ്ഞാലിൽ എന്ന കവിതയെ വിശേഷിപ്പിച്ചത്. വൈലോപ്പിള്ളിക്ക് പ്രണയവും ദാമ്പത്യ സുഖവും അനുഭവിക്കാനുള്ളതല്ല, സങ്കല്പിക്കാനുള്ളത് മാത്രമാണ് എന്ന് MN വിജയൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല തെളിവാണ് ഊഞ്ഞാലിൽ എന്ന കവിത. 1944 33-ാം വയസ്സിലാണ് വൈലോപ്പിള്ളി ഊഞ്ഞാലിൽ എന്ന കവിത എഴുതിയത്. രണ്ടാം ലോക യുദ്ധകാലത്ത്. കവിയുടെ യൗവനത്തിൽ വാർദ്ധക്യത്തിലെ പ്രണയഭരിതമായ ദാമ്പത്യം സങ്കല്പിച്ച് എഴുതിയ കവിതയാണിത്. വാർദ്ധക്യവും യുദ്ധവും ദുരിതവും ഒന്നും പ്രണയത്തെ ഒരിക്കലും കെടുത്തിക്കളയുന്നില്ല. 30 കൊല്ലത്തെ സഫലമായ ദാമ്പത്യത്തിന് ശേഷവും വൃദ്ധദമ്പതികൾ പൊന്നാതിരയെ സന്തോഷത്തോടെ വരവേൽക്കുന്നു. മുറ്റത്തെ പൂത്തമാവിൻ കൊമ്പിൽ കെട്ടിയ ഊഞ്ഞാലിൽ ഒരുമിച്ചാടിക്കൊണ്ട് മഞ്ഞും കുളിരും നിലാവും മാമ്പൂമണവും നിറഞ്ഞ മധുമാസരാവിൻ്റെ വശ്യതയിൽ അവർ തിരുവാതിരയെ എതിരേൽക്കുന്നു. അദ്ദേഹത്തിന് ഭാര്യ ഇന്നും പൊന്നാതിരയെ പോലെ സുന്ദരിയാണ്. അവരുടെ ഉദരം മുന്നേ പോലെ കൃശമായേ അനുഭവപ്പെടുന്നുള്ളൂ.
യുദ്ധവും പഞ്ഞവും മഞ്ഞുമൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളായി വെല്ലുവിളി ഉയർത്തുമ്പോഴും പാടിയാടിക്കളിച്ച് ആതിരയെ വരവേൽക്കുകയാണ് അയൽക്കാരികൾ. ആ പാട്ടിൻ്റെ പ്രചോദനത്താൽ വൃദ്ധ 30 വർഷം മുന്നത്തെ മധുവിധു രാവിലെന്ന പോലെ ഊഞ്ഞാൽ താളത്തിൽ മധുരമായി പാടുന്നു. പുലരി വരുവോളം നീളുന്ന ആ രാവിനൊടുവിൽ ജീവിത തിരക്കുകളിലേക്ക് മടങ്ങുന്നു. പക്ഷേ ആ രാവും തങ്ങളുടെ ഒളിമങ്ങാത്ത പ്രണയവുമാണ് വാർദ്ധക്യത്തെ അർത്ഥവത്താക്കുന്നതെന്ന് ആ വൃദ്ധ ദമ്പതികൾക്കറിയാം. ജീവിതത്തിൻ്റെ കൊലക്കുടുക്കാവുന്ന കയറുകൊണ്ട് തൻ്റെ ജീവിതോല്ലാസത്തിൻ്റെ ഊഞ്ഞാൽ കെട്ടുന്നവനാണ് മനുഷ്യൻ. അതുപോലെ വാർദ്ധക്യവും യുദ്ധവും ദുരിതങ്ങളും ഒരുപോലെയുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിൻ്റെ നിറം കെടുത്തിക്കളയാം. അതിനെ അതിജീവിക്കാൻ പ്രണയത്തിന് കഴിയും. വാർദ്ധക്യത്തിലും അണഞ്ഞു പോകുന്ന പ്രണയത്തോടെ ഇരുമൈ ചേർന്ന് നിന്നാൽ ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പുണ്ടാവും എന്ന സങ്കല്പമാണ് വയലോപ്പിള്ളി ഊഞ്ഞാലിൽ എന്ന കവിതയിൽ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഊഞ്ഞാലിൽ എന്ന കവിതയെ വയലോപ്പിള്ളിയുടെ പ്രണയോപനിഷത്തായി വിശേഷിപ്പിക്കുന്നത്.